ഗൈസ്, വെൽക്കം ബാക്ക് ടു സോനാക്ഷിസ് യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അമ്മ ജനിച്ച സ്ഥലത്ത് ഞങ്ങൾ പോണേണ്. അത് തന്നെ എൻ്റെ ഭാര്യ ജനിച്ച സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പടപ്പ്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, മുരുകൻ്റെ അമ്പലം, മാട്ടയമ്പലം. അപ്പോൾ അവിടെ വൈഫിന് കുറേ നാളായിട്ട് അവിടെ പോകണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ പോയി ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ നിഷ? എന്ത് പറയുന്നു നിഷക്ക്? ഹാപ്പിയാണോ നിഷ? ഹാപ്പിയൊന്നുമില്ല, എൻ്റെ അച്ഛനമ്മയൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഹാപ്പിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ദൈവത്തിനെ കാണാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അത് കാരണം ഞാൻ പോണേന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയും പോയ ബന്ധങ്ങൾ പോകും. അപ്പൊ ബന്ധമൊന്നുമില്ല അവക്ക്. അപ്പൊ അവള് ആ ടെമ്പിളില് പോയി, മുരുകന്റെ മാട്ടയമ്പലം എന്ന് പറയും. മാട്ടയമ്പലം അല്ലേ നിഷ? മാട്ടയമ്പലം. അപ്പൊ മുരുകന്റെ അമ്പലം, ആ അമ്പലത്തിൽ എന്നെ കൊണ്ടുപോകണമെന്നാണ് അവളുടെ ആഗ്രഹം പറഞ്ഞത്. അപ്പൊ എന്നെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാം. അമ്പലത്തിൽ പോവാം, പ്രാർത്ഥിക്കാം. അവിടെ സോനു ഇന്ന് താലം എടുക്കുന്നുണ്ട് അല്ലേ? സോനു ഇന്ന് അവിടുത്തെ താലം ദൈവത്തിന് എടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. സോനുവിന്റെ ഡ്രസ്സിങ് ഒക്കെ കാണാം. അമ്മ അതെ, നിഷ അതെ. എന്റെ കാഷ്വൽ ഡ്രസ്സാണ്, ഒരു യെല്ലോ ഷർട്ടും ജീൻസും. പാറുക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ഡി കമ്പനി എക്സാം ആയതുകൊണ്ടാണ് പാറുക്ക് ഒരുങ്ങാൻ പറ്റായത്. പാറു ഇപ്പോഴാണ് എത്തിയത്. ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ നിഷ ഈ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി കുറേ പൈസ കൂട്ടി വെച്ചിട്ടുണ്ടായി, കുറേ ചില്ലറ പൈസ. അതിപ്പോ ഒരുവിധമായിട്ടുണ്ട്. കാണിച്ചു കൊടുത്തേ, ജസ്റ്റ് ഒന്ന് കവർ എടുത്ത് കാണിച്ചു കൊടുത്തേ. കവറിൽ ഇട്ടിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ആ ഒരു പൈസ നേർച്ചപ്പെട്ടിയിൽ അമ്മ ഇട്ട് കൊടുക്കുകയായിരിക്കും. പിന്നെ അതുകൂടാണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമ്പലത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഐ തിങ്ക് എന്തോന്നാലും ഒരു 10 വർഷം ഇങ്ങനെ ആയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട്. കാര്യം വേറൊന്നുമില്ല, ചില പ്രോബ്ലംസും അങ്ങാടും ഇങ്ങാടൊക്കെ ഉള്ള ചില ഫാമിലി മാറ്റേഴ്സും ഫാമിലി പ്രോബ്ലംസും. നമ്മൾക്ക് ആരോടും വഴക്കൊന്നുമില്ല, ആരോടും ഇല്ല. അപ്പൊ ചിലരൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നു. അപ്പൊ അതങ്ങനെ ദൈവത്തിന്റെ കൽപ്പന എന്താണ് അത് നടക്കട്ടെ. നേർച്ച ആ വഴി കൂടി ഞാൻ പോയാല്, കാര്യം ആ വഴി കൂടി ഞാൻ ആലപ്പുഴ ചേർത്തല, എൻ്റെ സിസ്റ്ററിന്റെ വീട് ചേർത്തലാണ്. അപ്പൊ ആ വഴി കൂടിയാണ് പോണത്. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി നേർച്ചയിടാണ്ട് പോവാറില്ല. മുരുകന എനിക്ക് ഭയങ്കര കാര്യമാണ്. മുരുകന്റെ അമ്പലത്തിലെ ആ സ്പെഷ്യൽ ഒരു, എല്ലാ അമ്പലവും നല്ല, പക്ഷെ ഇതൊരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു അത്ഭുതങ്ങളൊക്കെ ഉള്ള ഒരു ടെമ്പിളാണ് അല്ലേ? അല്ലേ? ഓർമ്മകൾ. ഈ മുരുകന്റെ അമ്പലത്തിന് വേണ്ടി അമ്മ മന്ത്രവിധം അങ്ങനെയല്ല, 41 ദിവസം പുള്ളി കരുത്തി വ്രതം എടുത്തിട്ട് വെളുപ്പിനെ നിർമ്മാല്യം തൊഴാൻ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കല്യാണം കഴിച്ച് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രക്കും അവൾക്ക് വേണ്ടപ്പെട്ട ഒരു അമ്പലമാണ് മാട്ടയമ്പലം. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി പറയണ ഇങ്ങനെ ഉത്സവം ലാസ്റ്റാണ്, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു വികാരം ഞാൻ കണക്കിലെടുത്ത് നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഫാമിലിയാണ് പോണത്. അപ്പോൾ ഇനി ഒരു 1/2 കിലോമീറ്ററും കൂടി എത്താൻ. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ടെമ്പിളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോൻപെടുത്തിട്ടാണ് പോണത്. ഒന്നും പച്ചക്കറി മാത്രമേ നിങ്ങൾ കഴിച്ചേക്കണം. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പൊ ഈ സമൂഹത്തിൽ നടക്കാത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദൈവത്തിനെ മറന്ന് അങ്ങാടും ഇങ്ങോട്ടൊക്കെ നടക്കണം. പക്ഷെ അങ്ങനെ പാടില്ല. നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ അമ്പലത്തിൽ പോവുക. നമുക്ക് ജാതി മതമൊന്നുമില്ല, പക്ഷെ എന്നാൽ തന്നെ നമുക്ക് കാരണന്മാര് കാണിച്ചെന്നൊരു മതമുണ്ടല്ലോ, അതില് നമ്മൾ അവർ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിൽ തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ പറ്റൂല അല്ലേ നിഷ? നമ്മ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. കാരണം എന്താ, ഭയങ്കര വിശപ്പ്. നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാണ്. ഞാൻ മസാല ദോശ, അച്ഛനും മസാല ദോശ, പാറും അമ്മയും കൂടി ഫ്രഞ്ച് ഫ്രൈസ്. ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ വിശപ്പുള്ളൂ അല്ലേ സോബി? ഇത് പാറു, അത് സോണു, ഇത് സോബു. അതാണ് എൻ്റെ കമ്മ.
സോ ഫ്രണ്ട്സ്, മസാല ദോശ വന്നു. ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമ്മളവിടെ അത്രയില്ല. നമ്മുടെ അവിടുത്തെ അത്രമില്ലെന്നാ പറയുന്നത്. കൊള്ളാമോ? കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഫ്രൈസ് വന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പാകം ഇപ്പോഴും കഴിച്ചു കഴിഞ്ഞില്ല, സ്ലോ ഇട്ടതാ. ഇനിയിപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു ഉദയാട വാങ്ങിക്കണം. അത് പള്ളൂട്ടിൻ്റെ ആ വളവില വാങ്ങിക്കണം. അതും കൂടി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോകും. കൈയൊക്കെ കഴിഞ്ഞു. മസാല ദോശ അത്രയൊക്കെ പോരും കേട്ടോ. നമ്മുടെ കൊച്ചിയിലെ മസാല ദോശ ടേസ്റ്റ്. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നടുറോട്ട് കൂടി ഇങ്ങനെ നടക്കാണ് കാറിൽ കയറാൻ വേണ്ടി. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുഞ്ഞാട മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ സാധനം മേടിച്ചു. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മാട്ടയമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പച്ചരിയും കൂടി മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ കയറിയപ്പോൾ ഇപ്പം ലിപ്സ്റ്റിക്ക് കിട്ടും. ഇത് ഈ വാലന്റൈൻസിന് ആണെങ്കിൽ മിഠായിയാണ്. അപ്പം നമ്മൾ പച്ചരി മേടിച്ചു, തിരുനൂല് മേടിച്ചു. അപ്പോൾ ഒരു താലം കൊണ്ട് ഇറങ്ങുന്നത് സോനുമോ. ഫ്രണ്ട്സ്, ഇവിടെ ഇന്ന് പണ്ട് രാധാമ്മ നിന്നച്ചത്. അതായത് മീൻസ് ഞങ്ങൾ ബസ്സിന് അവിടെ നിന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ രാധാമ്മ ഇവിടെ വന്ന് നിൽക്കില്ല. അവിടെ നമ്മൾ വെക്കേഷൻ സമയത്തും സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ വരും. രാധാമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അമ്മ. ഈ ബസ് സ്റ്റോപ്പിൽ വിളിക്കില്ല, ഇങ്ങാടാണ് എൻ്റെ അമ്മയുടെ വീട്. കോവളം എന്ന് പറയും ഈ വഴീനെ. അപ്പോൾ ഇവിടെ നിന്ന് രാധാമ്മ നടന്ന് വന്നിട്ട് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ വന്ന് നിൽക്കും. അത് ഞങ്ങളെ കാത്ത്. अविध्यानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं तरङ्गश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्मजलधो निमग्नानं ध्वंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव हरिनारायण
ഇളവെണ്ണിലവേ നീ കളഭമാടുന്ന ഇന്ന് നമ്മ ഏഷ്യമ്മനെ കാണാൻ പോണേന്. മാട്ടമ്പലത്തിന്റെ സൈഡിലായിട്ട് ഒരു വഴി കൂടിയാണ് നമ്മ ഏഷ്യമ്മനെ കാണാൻ പോണത്. കാണിച്ചു തരാം. ഇതാണ് ഏഷ്യമ്മയുടെ സ്ഥലം. യക്ഷിയമ്മയുടെ കാവ്. ഇവിടെ ഞാൻ പണ്ട് രാധാമ്മയോടൊപ്പം വന്ന ഓർമ്മ മാത്രമേ 15 വർഷം മുമ്പ്. अविध्यानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्मजलधौ निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण ഏഷ്യമ്മയുടെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് നടക്കണേണ്. ഇവിടെ ഗാനമേളയാണ്. ഗാനമേള കഴിഞ്ഞിട്ട് താലം വന്നിട്ടേ നമുക്ക് താലം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണേ താലം വരാൻ വേണ്ടി. च्युत केशव हरिनारायण ഒന്ന് കേട്ടോ ചേട്ടാ, ഒന്ന് കേട്ടോ എടുത്തോ. अविध्यानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्मजलधौ निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण സോ ഫ്രണ്ട്സ്, അപ്പം ഇപ്പം സമയം ഏതാണ്ട് 9:44 ഇപ്പം ഭരണിയിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നേർച്ച അമ്മയുടെ കൂട്ടി വെച്ച പൈസ. अच्युत केशव हरिनारायण आत्मा रामानन्द
अविध्यानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं तरङ्गश्रुतिजरे दरिद्रानाचिन्तामणि गुणनिका जन्मजलधो निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अविध्यानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं तरङ्गश्रुतिजरे दरिद्रानाचिन्तामणि गुणनिका जन्मजलधो निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण ഇപ്പൊ നിഷയുടെ വീട്ടിലേക്ക് പോണാണ്. പുതിയ വീട്ടില്, പഴയ വീടല്ല, തറവാടൊക്കെ പൊളിച്ചിട്ട് ഇപ്പൊ പുതിയ വീട് 10-15 വർഷമായിട്ട് എന്റെ ഭാര്യ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അവളൊരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണേ. ഓക്കെ, മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ് മിന്നടി മിന്നടി മിന്നമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെ ആറാട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം 12 മണിയാവാനായി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.